ഹലോ, ചിഞ്ചുസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കാര്യം തിരക്കി ചെന്ന നന്ദിനിയോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന വേദയാണ്. പിന്നീട് കാണിക്കുന്നത് കുളിച്ചൊരുങ്ങി നിൽക്കുന്ന വിഷയെയും. ശ്രീജ തൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് വിഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് താൻ എപ്പോഴൊക്കെയോ മാറ്റിവെച്ച കുറച്ച് പൈസയാണെന്നും എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുവാനും പറയുന്നുണ്ട്. പിന്നീട് ശ്രീജ പറയാണ്, അച്ഛനോട് അനുഗ്രഹം വാങ്ങിയിട്ട് പോയാൽ മതിയെന്ന്. ഇത് കേട്ട വിശ്വ പറയുന്നുണ്ട്, അച്ഛൻ്റെ അനുഗ്രഹം അല്ല വേണ്ടത്, മറിച്ച് നിന്റെ അനുഗ്രഹമാണെന്ന്. പിന്നീട് കാണിക്കുന്നത് ഒരുങ്ങി വരുന്ന വിഷയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന വീട്ടുകാരെയാണ്. തനിക്ക് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന വിഷയെ അനുഗ്രഹം ഇല്ലെന്ന് പറഞ്ഞയക്കുകയാണ് അച്ഛൻ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വിഷ ഇറങ്ങി. പിന്നീട് കാണിക്കുന്നത് ശ്രീജ തൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്. വളരെ സന്തോഷത്തോടെയാണ് ശ്രീജ വിഷ ജോലിക്ക് പോയതിനെക്കുറിച്ച് തൻ്റെ അമ്മയോട് പറയുന്നത്. അപ്പോഴാണ് വേദ അവിടേക്ക് വരുന്നത്. പിന്നെ അവർ തമ്മിലുള്ള സംസാരമായി. വേദ ചോദിക്കുകയാണ്, വിശ്വേട്ടൻ ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്കെത്തിയാൽ എന്താണ് ശ്രീജേച്ചിയുടെ പ്ലാൻ എന്ന്. ഇത് കേട്ട ശ്രീജ പറയുന്നുണ്ട്, എനിക്ക് തൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിനായകനെയും നന്ദിനിയെയുമാണ്. അവർ രണ്ടുപേരും വിശ്വൻ ജോലിക്ക് പോയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന അമ്മയെയാണ്. അമ്മ എന്നും അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് 2 ദിവസം കഴിഞ്ഞാൽ തങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ ഇറങ്ങുകയാണ്. അവിടെ നിന്നും വേദ നേരെ പോകുന്നത് വിക്രമിൻ്റെ റൂമിലേക്കാണ്. വേദ അവിടേക്ക് വന്നത് വിക്രമിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. പിന്നീട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, സ്നേഹം എന്നാൽ എന്തെന്ന്. എന്നാൽ വിക്രമിൻ്റെ മറുപടി വേദയെ കളിയാക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.